27:3 ആണെങ്കിൽ 512 എത്രയാണ് ഇവിടെ? അപ്പൊ എന്താ വേണ്ടത്? 27:3 തമ്മിലുള്ള ബന്ധം അനുസരിച്ച് 512 പറ്റിയ സംഖ്യ ഇവിടെ എഴുതണം. ഇവിടെ ഇപ്പോ 3-നെ 9 കൊണ്ട് ഗുണിച്ചാൽ 27 കിട്ടും, അത് ശരി. അല്ലാണ്ട് എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കുക? 27-3 3 ഘാതം 3 ആണ് 27. അപ്പൊ 27 സ്ഥാനത്ത് 512 കിട്ടണം. അങ്ങനെയെങ്കിൽ ഏത് സംഖ്യയുടെ മൂന്നാം ഘാതമാണ്, മൂന്നാം കൃതിയാണ് നോക്കിയാൽ മതി അല്ലേ? 8 ഘാതം 3 ആണ്. 3 ഘാതം 3 27, 8 ഘാതം 3 512. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 8 ആണ്. അടുത്തത്, റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 780 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? ഈ ചോദ്യത്തില് ലേശൊരു ചൊറയുണ്ട്. അതെന്താന്ന് വെച്ചാല് എത്ര രൂപയാണ് റസിയ കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ യഥാർത്ഥ വില കണ്ടുപിടിക്കണം. അതിൽ നിന്ന് 750 രൂപ കുറക്കണം. എന്നിട്ടുള്ള ഉത്തരമാണ് നമുക്ക് ഇതിൽ വേണ്ടത്. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സിന്റെ 6% 780. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇതിന്റെ യഥാർത്ഥ വിലയാണ്. അതിൽ നിന്ന് 750 കുറച്ചിട്ടാണ് ഉത്തരം കാണേണ്ടത്. പക്ഷെ എക്സ് ആദ്യം കാണണം. എക്സ് കാണണമെങ്കിൽ എന്ത് വേണം? എക്സ് ഗുണിക്കണം 6% 750. എക്സ് സമം വരും 780 ഗുണിക്കണം 100/6. ഇതിനെ തരംതിരിച്ചിട്ട് ഗുണിക്കണം. 6% എന്നുള്ളത് 6/100 ആണല്ലോ. അത് തരംതിരിച്ചിട്ട് 100/6. ഇതെത്രയാ? 130. 750-നെ 6 ഹരിച്ചാൽ കിട്ടുന്നതാണ് 130. ഈ 130ന്റെ ഗുണിക്കണം 100 ആണ്. അത് എത്ര വരും? 130 2 0 13,000 വരും അല്ലെ? അതിൽ നിന്ന് 750 കുറക്കണം. അത് കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറക്കുമ്പോൾ എത്ര വരും? 12,220 രൂപ. ഇതാണ് എന്ത്? റസിയ കൊടുത്ത അലമാരയുടെ വില. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കാറിന്റെ ശരാശരി വേഗത 84 km/മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? 84 km/മണിക്കൂർ. മണിക്കൂർ എന്ന് പറഞ്ഞത് 60 മിനിറ്റ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാം, 84 km/മണിക്കൂർ എന്ന് പറയാം 60 മിനിറ്റ്. 60 മിനിറ്റ് 60 മിനിറ്റ് എഴുതാൻ കാരണം വെച്ചാൽ ചോദ്യത്തില് എന്താ 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 60 മിനിറ്റ് ആക്കി എഴുതിയത്. 1 മണിക്കൂർ. ഇനിയിപ്പം 84 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പം ഇതിനെല്ലാം മീറ്റർ ആണ് തന്നിരിക്കുന്നത്. 84 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ വരും? 84,000 കിലോമീറ്റർ വരുമല്ലോ. അതിനെ 60 കൊണ്ട് ഹരിക്കുക അല്ലെ? ഒരു പൂജ്യവും വെട്ടി 84 6 14 പിന്നെ 2 0 എത്ര വന്നു? 1400 മീറ്റർ. ഇതില് ഓപ്ഷൻ സി ആണ്, 1400 മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് റൂട്ട് ഓഫ് 1764. റൂട്ട് ഓഫ് 1764. ഇത് ഓപ്ഷൻ 22 28 38 42. ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ കാണുമെന്ന് അറിയോ? 1764 റൂട്ട് ഇതിനെ ഈ രണ്ട് സംഖ്യകളാക്കിയിട്ട് മാറ്റുക. അപ്പൊ 64 എന്ന് പറയുന്ന ആ 2 അക്കങ്ങളുള്ള ഒരു സംഖ്യ, പിന്നീട് 2 അക്കങ്ങളുള്ള സംഖ്യ, പിന്നെ ഇവിടെ 2 ഉള്ളൂ. അതിൽ 17 ഒരു വർഗസംഖ്യ അല്ലല്ലോ അല്ലെ? അതിന്റെ തൊട്ടു താഴെയുള്ള വർഗസംഖ്യ ഏതാ? 16. അതിന്റെ റൂട്ട് എത്രയാ? 16ന്റെ റൂട്ട് 4 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം 1764 റൂട്ട്, അതിന്റെ ഉത്തരം തുടങ്ങുന്നത് 4-ലാണ്. 4-ൽ തുടങ്ങുന്ന സംഖ്യ ഏതാ? 42. ബാക്കി 38 28 22. അപ്പൊ ഇത് 3 ശരിയല്ല. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 3/5 കൂട്ടണം 1/3 കൂട്ടണം 1/15.
3/5 കൂട്ടണം 1/3 കൂട്ടണം 1/15. 3 ഭിന്നസംഖ്യകളാണ് കൂട്ടാണ് വേണ്ടത്. അങ്ങനെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഛേദമെല്ലാം ഒരേ സംഖ്യ ആയിരിക്കണം. ഛേദം ഇവിടെ ഇപ്പൊ 5ഉം 3ഉം 15 ഉള്ളത്. അപ്പൊ ഇത് ഒരേ സംഖ്യ ആക്കാൻ എന്താ വഴി എന്ന് വെച്ചാൽ ഇത് 3 അടങ്ങുന്ന സംഖ്യ 5ഉം 3ഉം 15ഉം ഛേദങ്ങളാണല്ലോ. അത് 15 ആണല്ലോ. 15-ല് 15 അടങ്ങും 3 അടങ്ങും 5 അടങ്ങും. അപ്പൊ ഇതിനെ 15 ആക്കി മാറ്റുക. ഈ ഛേദം 15 ആക്കി മാറ്റുമ്പോൾ അംശത്തെയും അതിനനുസരിച്ച് മാറ്റണം. ഇപ്പൊ ഉദാഹരണത്തിന് 5 15 ആവുമ്പോൾ എങ്ങനെ 5 ആണത് 3 കൊണ്ട് ഗുണിക്കും. അപ്പം ഇത് 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും 9. ഇത് 3 15 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതിനെ 5 കൊണ്ട് ഗുണിക്കുന്നു. ഇത് പിന്നെ 1 ഓൾറെഡി 15 തന്നെയാണല്ലോ ഇവിടെ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 9 5 14 1 15/15 ആണ്. എത്രയാണ് ഉത്തരം 1 ആണ്. അത്രയും. അടുത്ത ചോദ്യം -12.5 പ്ലസ് 1/2. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യ തമ്മിൽ കൂട്ടണം. കൂട്ടുമ്പോൾ എന്താ വേണ്ടത്? അവ തമ്മിലുള്ള വ്യത്യാസം കാണുക. വ്യത്യാസം എത്രയാണ്? 12 അതിൽ നിന്ന് 1/2 കുറച്ചാൽ 12. അതിന്റെ വലുതിന്റെ ചിഹ്നം എത്രയാണ്? മൈനസ്. അപ്പൊ അതിന്റെ ഉത്തരം -12. താഴെ കൊടുത്തവയിൽ ഭിന്നസംഖ്യയുടെ വർഗം 4 ഓപ്ഷൻ ഉണ്ട്. 4/15 8/9 8/18 4/9. ഇതിലിപ്പം വർഗം ഇത് 4 വർഗമാണ്, 15 വർഗമല്ല. 8 വർഗമല്ല, പക്ഷെ 9 വർഗമാണ്. ഇവിടെ 8ഉം 18ഉം വർഗമല്ല, 4 വർഗമാണ്, 9 വർഗമാണ്. അപ്പൊ ഇതാണ് ഉത്തരം, ഓപ്ഷൻ ഡി. ഒറ്റയാനെ കണ്ടെത്തുക. ഈ 4 ഓപ്ഷൻസിൽ ഒറ്റയാൻ 3 11 19 27. ഒറ്റ നോട്ടം മാത്രം മതി. എന്താ ഇതൊരു അഭാജ്യ സംഖ്യ, ഇതൊരു അഭാജ്യ സംഖ്യ, ഇതൊരു അഭാജ്യ സംഖ്യ, ഇതിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് 27 മാത്രം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത പദം ഏത്? 1 1 2 3 5 ഇങ്ങനെ പോകും അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് അടുത്ത പദം കിട്ടുന്നത് നോക്കിയാൽ മതി. ഇത് 1, ആ 1 തന്നെയാണ് ഇത്. 1 1 കൂടെ കൂട്ടിയാൽ 2, 1 2 കൂടെ കൂട്ടിയാൽ 3, 2 3 കൂടെ കൂട്ടിയാൽ 5. അടുത്ത പദം എന്തായിരിക്കും? 3ഉം 5ഉം കൂടെ കൂട്ടുക 8 എന്ന് എഴുതുക. അതാണ് അടുത്ത പദം. ഓക്കെ. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ഒരാൾ 15,000 രൂപക്ക് വാങ്ങിയതാണ്. 15,000 രൂപ വിറ്റപ്പോ എത്ര കിട്ടി? 13,350 രൂപ എന്ന് പറഞ്ഞാല് നഷ്ടമായി പോയില്ലേ? എത്ര നഷ്ടം വരും? 1,650 രൂപ നഷ്ടമാണ്. 15,000-നാണ് വാങ്ങിയത്, 1,650 രൂപ നഷ്ടമാണ്. നഷ്ട ശതമാനം കാണാൻ എന്താ വഴി? 1,650/15,000 ഇൻറ്റു 100%. ഇങ്ങനെ ശതമാനം കാണാൻ 100 ഗുണിക്കുക, ശതമാനം ഇടാം. അപ്പോ ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. അപ്പൊ ഇതിനകത്ത് അടിയിൽ 3 0 ഉണ്ട്, മുകളിൽ 3 0 വെട്ടി. പിന്നെ 165/15 അത് എത്രയാ? 165-നെ 15 ഹരിച്ച് എത്ര വരും? 11. അപ്പൊ 11% ഇതിന്റെ ഉത്തരം, നഷ്ട ശതമാനം. ഓക്കെ.